നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടനും എംപിയുമായ ഇന്നസെന്റ് സമരത്തിനൊരുങ്ങുന്നു. അങ്കമാലി, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകളിൽ പാലരുവി എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുക, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നസെന്റിന്റെ സത്യാഗ്രഹ സമരം. മെയ് 13 രാവിലെ 9 മണി മുതൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇന്നസെന്റിന്റെ സമരം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിനായി സമഗ്ര നിർദ്ദേശം തയ്യാറാക്കി കേന്ദ്രത്തിനും റെയിൽവേ മന്ത്രാലയത്തിനും സമർപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇക്കാര്യങ്ങൾ റെയിൽവേ അവഗണിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് തിരിയുന്നതെന്ന് ഇന്നസെന്റ് പറഞ്ഞു. പുനലൂരിൽ നിന്നും പാലക്കാടേക്കുള്ള പാലരുവി എക്സ്പ്രസിന് ആലുവ, അങ്കമാലി, കൊരട്ടിയങ്ങാടി, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് 2 മാസം മുൻപ് നടത്തിയ ചർച്ചയിൽ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആലുവയിൽ മാത്രമാണ് ഇതിന് സ്റ്റോപ്പുള്ളത്. എറണാകുളത്ത് നിന്നും അടുത്തിടെ സർവീസ് ആരംഭിച്ച 2 അന്ത്യോദയ ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ധൻബാദ്, ആലപ്പി, നേത്രാവതി, ജനശതാബ്ദി, വേണാട് എക്സ്പ്രസ്, കണ്ണൂർ, ആലപ്പുഴ എന്നിങ്ങനെ നിരവധി ട്രെയിനുകൾക്ക് മണ്ഡലത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം കടുത്ത അലംഭാവമാണ് റെയിൽവേയിൽ നിന്നും ഉണ്ടാകുന്നതെന്നും ഇന്നസെന്റ് പറയുന്നു. മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനീകരണവും വികസനവും സാധ്യമാക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നും ആലുവ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇന്നസെന്റ് പറഞ്ഞു. മണ്ഡലത്തിലെ റെയിൽവേ വികസനം മുൻനിർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. കൂടാതെ കേന്ദ്ര റെയിൽവേ മന്ത്രി, റെയിൽവേ ബോർഡ് എന്നീ തലങ്ങളിൽ പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും തീരുമാനങ്ങൾ ഉണ്ടാകാത്തതിനാലാണ് സമരത്തിനിറങ്ങുന്നതെന്നും ഇന്നസെന്റ് വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.